ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഴയ നിയമ വചന ധ്യാനം ക്ലാസ് 17. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 20 മുതൽ 22 വരെ വചനങ്ങളാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. ദൈവം വീണ്ടും അരുളി ചെയ്തു, വെള്ളം ജീവജാലങ്ങളെ സമൃദ്ധമായി പുറപ്പെടുവിക്കട്ടെ, പറവകൾ ഭൂമിക്ക് മീതെ ആകാശവിധാനത്തിൽ പറക്കട്ടെ. അങ്ങനെ ദൈവം ഭീമാകാരങ്ങളായ സമുദ്രജീവികളെയും കടലിൽ പറ്റം ചേർന്ന് ചരിക്കുന്ന സകലവിധ ജലജന്തുക്കളെയും എല്ലായിനം പക്ഷികളെയും സൃഷ്ടിച്ചു. അവ നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം അവയെ അനുഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, സമൃദ്ധമായി പെറ്റുപെരുകി കടൽ വെള്ളത്തിൽ നിറയുവിൻ, പക്ഷികൾ ഭൂമിയിൽ പെരുകട്ടെ. സന്ധ്യയായി പ്രഭാതമായി 5-ാം ദിവസം. 5-ാം ദിവസത്തെ സൃഷ്ടിയെക്കുറിച്ചാണ് ഈ തിരുവചനങ്ങൾ. അതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട വാക്കുകൾ, മനസ്സിരുത്തേണ്ട ചില വാക്കുകളുണ്ട്. ഒന്ന്, ഭീമാകാരങ്ങളായ സമുദ്രജീവികളെയും ഭീമാകാരമായ ജലജന്തുക്കൾ, അല്ലേ? അങ്ങനെയുള്ള ഭീമാകാര സമുദ്രജീവികൾ, ജലജന്തുക്കൾ. ബാൽദേവനെതിരെ നിലയുറപ്പിച്ച ആദിമ കടൽ ജീവികളെയാണ് ലവിയാഥൻ ഇയ്യോബിൻ്റെ പുസ്തകം, ജോബിൻ്റെ പുസ്തകം 3:8, ബെഹമത്ത് ഇയ്യോബിൻ്റെ പുസ്തകം 40:15, വേതാളം, അതായത് തീ തുപ്പുന്ന ഉഗ്രസർപ്പം എന്നിവയൊക്കെ പഴയ കാലത്ത് വിചാരിച്ചിരുന്നത്. ബാൽദേവനെതിരെ നിലയുറപ്പിച്ച ആദിമ കടൽ ജീവികളാണ് ലവിയാഥൻ, ബെഹമത്ത്, വേതാളം വെച്ചാൽ തീ തുപ്പുന്ന ഉഗ്രസർപ്പം എന്നൊക്കെ സങ്കല്പിച്ചിരുന്നു. ഈ പൂർവ്വദേശത്തെ പുറജാതി മതങ്ങളുടെയൊക്കെ വിശ്വാസം അതായിരുന്നു. ബാൽദേവനെതിരെയുള്ള ശക്തികൾ എന്ന് വിചാരിച്ചിട്ട് ആദിമ കടൽ ജീവികൾ ലവിയാഥൻ, ബെഹമത്ത്, വേതാളം. എന്നാൽ ഈ എല്ലാ ജീവികളെയും സൃഷ്ടിച്ച് ദൈവമാണെന്നും ദൈവത്തിനെതിരെ നിൽക്കാൻ കെൽപ്പുള്ള ഒരു ജീവിയുമില്ലെന്നും ബൈബിൾ പഠിപ്പിക്കുകയാണ്. അതായത് പൗരാണിക പൂർവ്വദേശത്തെ പുറജാതി മതങ്ങളുടെ വിശ്വാസങ്ങളൊക്കെ തെറ്റാണെന്ന് അവതരിപ്പിക്കുകയാണ്. ഈ ബാൽദേവനെതിരെ നിന്ന ആദിമ കടൽ ജീവികൾ ലവിയാഥനും ബെഹമത്തും വേതാളവും ഒക്കെ ദൈവത്തിനെതിരെ നിൽക്കുന്നു എന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ടായിരുന്നല്ലോ. കാരണം മറ്റു വിശ്വാസികളൊക്കെ ഈ പുറജാതിക്കാരുടെ ഇടയിലാണല്ലോ ഇസ്രായേലിലും ജീവിച്ചിരുന്നത്. അപ്പോൾ മോശ പറയാണ്, ഈ ഒരു ജീവിക്കും, ഈ പറയുന്ന ഒരു ലവിയാഥനോ ബെഹമത്തോ വേതാളോ ആരുമാകട്ടെ, സമുദ്രത്തിലുള്ള ഭീമാകാരമായ സമുദ്രജീവികളൊക്കെയും ജലജന്തുക്കളൊക്കെയും ദൈവം സൃഷ്ടിച്ചതാണ്. ഒരാൾക്കും ദൈവത്തിനെതിരെ നിൽക്കാനായിട്ട് കേൾപ്പില്ല. അതുകൊണ്ട് ഈ ഭീമാകാരങ്ങളെ സമുദ്രജീവികളെ പേടിക്കേണ്ട കാര്യമില്ല, സകല ജലജന്തുക്കളെയും പേടിക്കേണ്ട കാര്യമില്ല. അവയൊന്നും തിന്മയുടെ ശക്തികളല്ല, ദൈവത്തിനെതിരെ നിൽക്കാൻ കഴിവുള്ളവയല്ല, എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നാണ് മോശ പഠിപ്പിക്കുന്നത്. ഏറ്റവും ഭീമാകാരമായ ജലജന്തുക്കളുടെയും ഘോരമൃഗങ്ങളുടെയും യജമാനൻ ദൈവം തന്നെയാണ്. അപ്പോൾ കടലിൽ ഭീമാകാരമായ ജലജന്തുക്കളൊക്കെ ഉണ്ട്, സമുദ്രജീവികളുണ്ട്. പക്ഷേ അവയുടെയൊക്കെ യജമാനൻ ദൈവം തന്നെയാണ്. സങ്കീർത്തനം 74:13-14, യെശയ്യാ-ഗ്രന്ഥം 27:1. വേതാളത്തെ സാത്താൻ എന്നും പിശാച് അഥവാ ചെകുത്താൻ എന്നും വെളിപാട് ഗ്രന്ഥം ചിഹ്നപ്പെടുത്തുന്നുണ്ട്. വെളിപാട് 12:9, പിന്നെ 20:2. അതിനെ തോൽപ്പിക്കാൻ മിഖായേൽ മാലഖ മതിയാകും. വെളിപാട് 12:7-8. അപ്പോൾ അത്ര മതി. ഈ ചെകുത്താൻ അല്ലെങ്കിൽ സാത്താൻ എന്നൊക്കെ പറയുന്ന പിശാച്, ഈ വേതാളം തീ തുപ്പുന്ന ഉഗ്രസർപ്പം, അതിനെ കീഴ്പ്പെടുത്താൻ ദൈവം തന്നെ നേരിട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. ഈ മിഖായേൽ മാലാഖ മതിയാകും. അതേസമയം സ്ത്രീയുടെ സന്തതിയായ യേശുവാണ് അത് ചരിത്രത്തിൽ നിറവേറ്റിയത്. അത് തുടരുകയാണ് മിഖായേൽ മാലാഖയുടെ പണി. ഏറ്റവസാനം ഈ സാത്താൻ്റെ തല തകർക്കുക മാത്രമല്ല, ഉന്മൂലനം ചെയ്യും. അതുവരെയുള്ള ഒരു പോരാട്ടമാണ് ക്രിസ്തീയ ജീവിതം. അത് ക്രിസ്തുവിനോട് ചേർന്ന്, സ്ത്രീയുടെ സന്തതിയായ ക്രിസ്തുവിനോട് ചേർന്ന് സ്ത്രീയുടെ സന്തതികളായ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. ക്രിസ്തുവിനോട് കൂടി അല്ലെങ്കിൽ ഇത് നടക്കില്ലെന്ന് മാത്രം. അപ്പം നമ്മൾ പേടിക്കേണ്ടി വരും. ക്രിസ്തുവിനോട് കൂടിയാണെങ്കിൽ ഒരു പൈശാചി ശക്തികളെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല എന്നർത്ഥം. കടലിലെ ജീവികളെ ദൈവം അനുഗ്രഹിക്കുന്നു, വർദ്ധിച്ച് പെരുകാനും പ്രപഞ്ചത്തിൻ്റെ ഭാഗമാകാനും അവയോട് കൽപ്പിക്കുന്നു. അതിനാൽ കടലിനെതിരെയുള്ള മനുഷ്യൻ്റെ ആക്രമണങ്ങൾ ദൈവത്തിനെതിരെയുള്ള ആക്രമണം തന്നെയാണ്. അങ്ങനെ ചെയ്താൽ ആത്യന്തികമായി മനുഷ്യൻ സ്വയം നാശത്തിൻ്റെ ശവക്കുഴി തോണ്ടുകയായിരിക്കും ചെയ്യുക. ഈ നമ്മൾ പ്രളയം വന്നപ്പോഴാണ് നമ്മൾ എന്തുമാത്രം പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളുമാണ് ഈ കടലിലേക്ക് ഒഴുക്കിയതെന്ന്, കടൽ തിരിച്ചു തന്നെന്നൊക്കെ പറയുന്നുണ്ടായി. ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ്, ഇപ്പോൾ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം പണ്ട് പറയുണ്ടായി, ഈ ഇന്ത്യക്കാർ നിക്ഷേപിക്കുന്ന ഈ കടലിലേക്ക് നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ മുഴുവൻ അവരുടെ കടൽ തീരത്താണ് അടിഞ്ഞു ചേരുന്നതെന്ന് പറഞ്ഞു. നമുക്കൊരു
ഒരു സെൻസ് ഓഫ് ക്ലെൻലിനെസ് ഇല്ല അല്ലേ. ക്ലെൻലിനെസ് ഇസ് നെക്സ്റ്റ് ഗോഡ്ലിനെസ് എന്നാണ് ചൊല്ല്. ദൈവചിന്ത കഴിഞ്ഞ പിന്നെ ഏറ്റവും വേണ്ടതാണ് വൃത്തി. അതിന് പകരം നമ്മൾ കണ്ട കടലാസം എല്ലാം അവിടെ ഇവിടെ എല്ലാം വലിച്ചെറിയാണ്. ഞാൻ ഈ സെപ്റ്റംബർ മാസത്തിൽ 36 യൂറോപ്യൻസുമായിട്ട് ഞാൻ തോമസ് ലീഗയുടെ കാൽപാദങ്ങളിൽ ധ്യാനം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വല്ലാർപ്പാടത്ത് പെരുന്നാൾ നടക്കുകയായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ യൂറോപ്യൻസിനെല്ലാം ഞെട്ടിപ്പോയി. കാരണം ഈ പെരുന്നാൾ നടക്കുന്ന ആ പ്രദേശത്ത് മുഴുവൻ ആളുകൾ ഈ സംഗതികൾ വാങ്ങിച്ചതിൻ്റെ പേപ്പർ മുഴുവൻ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അവരെന്നോട് ചോദിച്ചത്, വികാരിച്ചൻ പറഞ്ഞാൽ മതിയാകില്ലേ ഇതെന്ന് അത് ഡസ്റ്റ്ബിന്നിനകത്ത് ഇടാനായിട്ട്, ഈ ട്രാഷ് ബോക്സ് ഉണ്ടല്ലോ അതിനകത്ത് ഇടാനായിട്ട്, അത് വികാരിച്ചൻ പറഞ്ഞ ആളുകൾ കേൾക്കില്ലേ എന്ന് ചോദിച്ചത്. അപ്പം ഇങ്ങനെ മിഠായിയുടെ അടക്കമുള്ള സകല സംഗതികളും ഈ പള്ളിയകത്തുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ പള്ളിയകത്ത് കയറാൻ കഴിഞ്ഞില്ല, കുർബാന നടക്കുകയായിരുന്നു, വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു. പുറത്ത് നിൽക്കുന്ന ആ പ്രദേശത്ത് മുഴുവൻ ഈ മാലിന്യങ്ങളാണ്. അപ്പോൾ വികാരിച്ചൻ പറഞ്ഞാൽ ജനങ്ങൾ കേൾക്കില്ലേ എന്നാണ് യൂറോപ്യൻസ് ചോദിച്ചത്. അപ്പോൾ ഈ മാലിന്യങ്ങളൊക്കെ ഡസ്റ്റ്ബിനകത്ത് ഇടുക അല്ലേ, അങ്ങനെയുള്ള സെൻസ് നമുക്ക് വന്നിട്ടില്ല. എല്ലാം നമ്മൾ പുഴയിൽ എറിയുന്നു, പുഴ കടലിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ ഈ കടൽ മുഴുവൻ മാലിന്യമായിട്ട് മാറുകയാണ്. നമ്മുടെ കത്തോലിക്ക സഭയുടെ ആസ്ഥാനം വത്തിക്കാനിൽ ഈ കടൽ സംരക്ഷിക്കാൻ വേണ്ടി, സമുദ്രം സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ച് വിവിധ സർക്കാരുകൾ കൊടുക്കുന്നുണ്ട്. സർക്കാരുകൾ ഈ പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന സംവിധാനങ്ങളൊന്നും കത്തോലിക്ക സഭയാണ്, പ്രത്യേകിച്ചും സമുദ്രത്തെ സംരക്ഷിക്കാനായിട്ട്. അപ്പോൾ ഈ കർത്താവിൻ്റെ വചനങ്ങൾ അങ്ങനെ തന്നെ വളരെ സീരിയസ് ആയിട്ട് ഗൗരവത്തിൽ എടുത്തിരിക്കുന്ന ഒരു സമുദായമാണ് കത്തോലിക്ക സഭ. നമ്മുടെ നാട്ടിലും അത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ മാലിന്യങ്ങൾ ഇല്ലേ, കണ്ട സ്ഥലത്തൊന്നും ഇടാതെ മാലിന്യം സംസ്കരിക്കാനും നമ്മൾ ഓരോരുത്തരും, തീർച്ചയായിട്ടും സർക്കാരുകൾ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും അത് വന്നു കഴിഞ്ഞാൽ, ഈ ചിന്ത വന്നു കഴിഞ്ഞാൽ, നമുക്ക് അത് നല്ല രീതിയിൽ തന്നെ ഈ പ്രപഞ്ച സൃഷ്ടിയോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവം സൃഷ്ടിച്ച് തന്നിരിക്കുന്ന സംഗതികൾ സംരക്ഷിക്കുന്ന അതിനൊരു ആത്മീയതയുണ്ട്. ഈ ഹല്ലേലൂയ സ്തോത്രം എന്ന് പറയുന്നത് മാത്രമല്ല ആത്മീയത. ഈ മാലിന്യമുക്തമായി ജീവിക്കുന്നതും ഒരു ആത്മീയതയാണ്. കർത്താവിൻ്റെ സൃഷ്ടികർമ്മത്തോട് ചേർന്ന് പോകുന്ന രീതിയാണ്, കർത്താവിൻ്റെ മനസ്സിനോട് ചേർന്ന് പോകുന്ന രീതിയാണ്. അത്തരം ഒരു ആധ്യാത്മികത കൂടി ശീലിക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ വീടുകളിൽ തന്നെ അമ്മമാരും കുട്ടികൾ പറഞ്ഞ് പഠിപ്പിക്കണം, അത് അവിടെ ഇവിടെ ഇടാൻ സമ്മതിക്കരുത്. ചെറുപ്പത്തിൽ തന്നെ എവിടെയാണ് മാലിന്യം നിക്ഷേപിക്കേണ്ടതെന്ന് കൃത്യമായി ട്രെയിനിങ് കൊടുത്താൽ നമുക്ക് എത്ര നാൾ വേണ്ടി വരും? വാസ്തവത്തിൽ സഭയും സർക്കാരുകളും സമുദായങ്ങളും എല്ലാം കൂടെ ഒരുമിച്ച് നിന്നാൽ എത്ര നാളുകൾ വേണ്ടി വരും നമ്മുടെ നാട് മാലിന്യമുക്തമാക്കാൻ? അങ്ങനെയുള്ള ഒരു ചിന്ത ഈ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും നമുക്ക് കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.